സന്തോഷത്തോടെയുള്ള ദാനം. ശുശ്രൂഷ ചെയ്യുമ്പോഴും നൽകുമ്പോഴും സന്തോഷം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്നും നമ്മൾക്ക് വീണ്ടും ചിന്തിക്കാം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിർബന്ധത്തെക്കാൾ പ്രാധാന്യം സന്തോഷത്തിനാണ്. കുറ്റബോധത്തോടെ നൽകുന്ന ദാനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. സങ്കീർത്തനങ്ങൾ 100-2 സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. യാക്കോബ് 1:17 ഓർമ്മിപ്പിക്കുന്നത് നല്ല ദാനങ്ങളെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ്. നാം എത്രയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ കൃതജ്ഞത ഔദാര്യത്തിന് തിരികൊളുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20:35 പ്രഖ്യാപിച്ചതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യകരമത്രേ. സന്തോഷത്തോടെയുള്ള ദാനം കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കൾക്ക് കൈകൊണ്ടുണ്ടാക്കിയ ഒരു കാർഡ് നൽകുമ്പോൾ അത് വിലപിടിപ്പുള്ള ഒന്നായിരിക്കില്ല. എന്നാൽ ആ കുട്ടിയുടെ മുഖത്തെ സന്തോഷം ആ സമ്മാനത്തെ അമൂല്യമാക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഞാൻ ദാനം നൽകുമ്പോൾ സന്തോഷത്തോടു കൂടിയാണോ നൽകുന്നത്? നമുക്കിപ്പോൾ പ്രാർത്ഥനയോടെ ദൈവത്തോടടുത്ത് ചെല്ലാം. കൃപാനിധിയായ ദൈവമേ, എൻ്റെ ഹൃദയത്തെ നന്ദി കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ദാനങ്ങൾ സന്തോഷവും ആനന്ദവും നിറഞ്ഞതാകട്ടെ. കുറ്റബോധം നീക്കി പകരം സന്തോഷത്തോടെയുള്ള അനുസരണം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.